നമസ്കാരം. റാഫ്റ്റോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. സൗദി അറേബ്യ വിട്ട് പോർച്ചുഗൽ ദേശീയ ടീമിലുള്ള സൗദിയിലെ സൂപ്പർ താരങ്ങളിൽ ഒരാൾ ഇതാ യൂറോപ്പിലേക്ക് മടങ്ങാൻ തീരുമാനിച്ചിരിക്കുന്നു. പല ക്ലബ്ബുകളും ഓഫറുമായിട്ട് പിന്നാലെയുണ്ട്. വാർത്ത ഇപ്പോൾ പോർച്ചുഗീസ് മാധ്യമങ്ങൾ സ്ഥിരീകരിക്കുന്നു, സൗദി അറേബ്യൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. അതോടൊപ്പം തന്നെ ഇതാ ഫബ്രീസിയോ റൊമാനോ, നമ്മുടെ സുഹൃത്തുക്കൾക്ക് ഏറെ വിശ്വാസമുള്ള ഇറ്റാലിയൻ ഫുട്ബോൾ ജേർണലിസ്റ്റായ ഫബ്രീസിയോ റൊമാനോയും ഇക്കാര്യം റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. മറ്റാരുമല്ല, ജാവോ കൻസേലോ അൽ ഹിലാലിലാണ് 2024 മുതൽ കളിച്ചുകൊണ്ടിരിക്കുന്നത്. അദ്ദേഹമാണ് ജനുവരി ട്രാൻസ്ഫർ വിൻഡോയിൽ സൗദി അറേബ്യ വിടാൻ തീരുമാനിച്ചിരിക്കുന്നത്, അൽ ഹിലാൽ വിടാൻ തീരുമാനിച്ചിരിക്കുന്നത്. അദ്ദേഹത്തിന് വേണ്ടി ഇപ്പോൾ യൂറോപ്യൻ ക്ലബ്ബുകൾ രംഗത്തുണ്ട്. ഈവൻ FC ബാഴ്സലോണ രംഗത്തുണ്ട്. നേരത്തെ അദ്ദേഹം ബാഴ്സലോണയിൽ കളിച്ചിട്ടുണ്ടായിരുന്നു. യുവൻറ്റസ് രംഗത്തുണ്ട്. എന്തായാലും എന്ത് സംഭവിക്കും എന്നുള്ളത് കാത്തിരുന്ന് കാണണം. നമുക്ക് ഫബ്രീസിയോയുടെ റിപ്പോർട്ടിലേക്കൊന്ന് പോകാം. ജാവോ കൻസേലോ സെറ്റ് ടു ലീവ് അൽ ഹിലാൽ ഇൻ ജനുവരി ട്രാൻസ്ഫർ വിൻഡോ. ഒരാഴ്ച മുമ്പ് തന്നെ ഇതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ട് തന്നിരുന്നല്ലോ എന്ന് ഫബ്രീസിയോ ഓർമ്മിപ്പിക്കുന്നുണ്ട്. ഇന്റർ താരത്തെ സ്വന്തമാക്കാൻ വേണ്ടിയിട്ട് ലോൺ ഡീലിനായിട്ട് രംഗത്തേക്ക് എത്തിയിട്ടുണ്ട്. എന്തായാലും ആ ഡീലിൻ്റെ സ്ട്രക്ചർ എങ്ങനെയാവും എന്നുള്ള കാര്യങ്ങളിലാണ് അവരിപ്പോൾ മുഴുകിയിരിക്കുന്നത്. അതേസമയം Barcelona and Juventus also had contact in last 48 hours to ask about Cancelo situation. Canceloയുടെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ എന്താണ് എന്നറിയുന്നതിന് വേണ്ടിയിട്ട് ബാഴ്സലോണയും യുവൻറ്റസും കഴിഞ്ഞ 48 മണിക്കൂറിനിടയിൽ കോൺടാക്ട് ചെയ്തിട്ടുണ്ട് എന്നുകൂടി ഫബ്രീസിയോ റൊമാനോ പറയുമ്പോൾ ആ രണ്ട് ക്ലബ്ബുകൾക്കും താരത്തിൽ താല്പര്യമുണ്ട് എന്നർത്ഥം. ആ രണ്ട് ക്ലബ്ബുകളിലും അദ്ദേഹം നേരത്തെ കളിച്ചിട്ടുണ്ട് എന്ന കാര്യം കൂടി ശ്രദ്ധിക്കുക. ബെൻഫിക്കയിലൂടെ വളർന്നു വന്ന താരമാണ്. പിന്നെ വലൻസിയയിൽ കളിച്ചു. അതിനുശേഷം ഇന്റർ മിലാനിൽ അദ്ദേഹം കളിച്ചു. ശേഷം അദ്ദേഹം യുവൻറ്റസ്, മാഞ്ചസ്റ്റർ സിറ്റി, അവിടെ നിന്ന് ബയൺ മ്യൂണിക്കിൽ ലോണിൽ കളിച്ചു, ബാഴ്സലോണയിൽ ലോണിൽ കളിച്ചു. അങ്ങനെയാണ് ഒടുവിൽ അദ്ദേഹം അൽ ഹിലാലിലേക്ക് എത്തുന്നത്. എന്തായാലും അദ്ദേഹത്തിൻ്റെ പഴയ ക്ലബ്ബുകൾ ഇന്റർ മിലാൻ, അതുപോലെ യുവൻറ്റസ്, FC ബാഴ്സലോണ, ഈ ക്ലബ്ബുകളൊക്കെ താരത്തിനായിട്ട് ഇപ്പോൾ താല്പര്യത്തോടു കൂടി രംഗത്തുണ്ട്. എന്ത് സംഭവിക്കും കാത്തിരുന്ന് കാണാം. എന്തായാലും 31കാരനായിട്ടുള്ള താരം ഇതാ ജനുവരി ട്രാൻസ്ഫർ വിൻഡോയിൽ സൗദി അറേബ്യ വിടാൻ പോവുകയാണ്. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോക്സിൻ്റെ എത്താം.